കേരളത്തിലെ യൂത്തന്മാരുടെ പ്രതിഷേധ സമരത്തിനിടയിലെ ഒരു ഗംഭീര ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. എന്ത് പറയാൻ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രതിഷേധ സമരത്തിന് പോവുക? സമരത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാരുമായിട്ട് വാക്ക് തർക്കമുണ്ടാകും, ഉന്തും തള്ളും ഉണ്ടാകും. ചിലപ്പോൾ ലാത്തി വീശുമ്പോൾ അടി കിട്ടും, ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ വെള്ളം നനയേണ്ടി വരും. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? പക്ഷേ ഭരണം മാറി, കാലം മാറി. ഇന്നിപ്പോ ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധ സമരത്തിന് ശേഷം പോലീസുമായിട്ടുള്ള ഉന്തും തള്ളലിന് ശേഷം നടന്ന രംഗം നിങ്ങൾ കാണണം. പോലീസുകാർ ഉന്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്പോട്ടിൽ നിന്ന് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയെ വിളിച്ചുള്ള പരാതി പറച്ചിൽ കേട്ടാൽ പൊന്ന് തമ്പുരാനെ, പെറ്റ തള്ള സഹിക്കില്ല. ഞങ്ങൾ ഇത്രയും കാലം അടി മേടിക്കണം, ഇനി അടി മേടിക്കണം, നടക്കുന്ന കോളല്ല. ഞങ്ങളെ വെല്ലുവിളിക്കോ ഇവിടെ പോലീസുകാർ ഇവിടെ ഉണ്ട്. ഞങ്ങളെ മാത്രം വളരെ മോശമായിട്ട് സംസാരിക്കുക. ഇത്രയും മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ ഹരിതാബാബു ഉൾപ്പെടെയുള്ള ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ഉൾപ്പെടെയുള്ള മര്യാദ കാണിക്കുന്നത്. ഇപ്പോഴും പുള്ളി നിന്നിട്ട് ഞങ്ങൾ സമാധാനം പുള്ളി നിന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കുക, അടിക്കുക പറഞ്ഞിട്ട്. ഒരു CI, ഒരു ക്രമസമാധാനം പാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങളെ വെല്ലുവിളിച്ചോണ്ട് വരുക, നിങ്ങളൊന്ന് അടിക്കാന്ന് പറഞ്ഞിട്ട്. ഹലോ പ്രവീണ, ഹലോ CI ഹരിതാബാബുവിന്റെ കോടതി കുത്തിപ്പിടിക്കുകയും നമ്മുടെ എല്ലാം ആവശ്യമില്ലാതെ അറസ്റ്റ് സഹകരിച്ചു. നമ്മളിവിടുന്ന് പോകത്തില്ല, ആ CI മാറ്റാൻ നമ്മളെ പോകത്തില്ല. ഇവിടുന്ന് എന്ത് വിഷയമായിട്ടും പോകത്തില്ല. ഏട്ടാ പ്രശ്നം ഈ വിഷയമായിട്ട് ഈ സംഖ്യ കളച്ചിട്ടാലും ഇവിടെ വേണോ വേണ്ടോ തീരുമാനിച്ചിട്ട് മതി. ഇവൻ എന്ത് അഭ്യാസമാണെന്ന് കാണുള്ളൂ. ഞങ്ങൾ ഇത്രയും കാലം അടി മേടിക്കണം, ഇനി അടി മേടിക്കണം, നടക്കുന്ന കോളല്ല. കേട്ടല്ലോ, കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ സഹിച്ച് ഇനി സഹിക്കാൻ പറ്റില്ല. ഇനി ഞങ്ങൾ ചെല്ലുമ്പോൾ പോലീസുകാരെല്ലാം കൂടി കുമ്പിട്ട് തൊഴുത് നിന്നിട്ട് ഓരോ പൊന്നാട വാങ്ങി അണിയിച്ച് ആദരിച്ചിട്ട് മാന്യ അദ്ദേഹങ്ങൾ വരൂ, പ്രതിഷേധിക്കൂ, ഞങ്ങളുടെ നെഞ്ചത്ത് കയറും, പൊയ്ക്കോളൂ, ഞങ്ങൾ ഇങ്ങനെ വിനീതദാസന്മാരായി അടിമകളെ പോലെ നിങ്ങളടുത്ത് തൊഴുതു വണങ്ങി നിൽക്കാം. ഇങ്ങനെ ആയിരിക്കണം കേരളത്തിലെ പോലീസ് ഇനി യൂത്തന്മാരോട് എന്ന നിലയ്ക്കാണ് വിളിച്ച് പരാതി പറഞ്ഞിരിക്കുന്നത്. അതായത് വീറുറ്റ പോരാളികളാണ്. പോരാളികൾ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ ഇറങ്ങിയ ഒരു തരി മണ്ണ് എൻ്റെ പുറത്ത് വീഴാൻ പാടില്ല. എങ്കിൽ ഞാൻ ഉടനെ ഡയറക്റ്റ് ആഭ്യന്തരമന്ത്രിയെ തന്നെ വിളിക്കും. ആഭ്യന്തരമന്ത്രിയെ വിളിച്ചിട്ട് ഹരിതാബാബു ഒക്കെ പറയുന്ന പരാതി കേട്ടിട്ട് ചെന്നിത്തല അവിടെ കിടന്ന് കരഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. കാര്യം അമ്മാതിരി സങ്കടങ്ങളല്ലേ പറയുന്നത്. സമരത്തിന് പോയ യൂത്തന്മാരോട് ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ന് പോലീസുകാരോട് ചോദിക്കേണ്ട അവസ്ഥയാണ്. പോലീസുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഭരണം മാറിയതിനു ശേഷം അവർക്ക് നേരിടേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നം കൂടിയാണ്. പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ ആളാണ്, ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ഒരു കാര്യം ആലോചിച്ച്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും സമരത്തിനിടയിൽ നിങ്ങൾ നോക്കിയാൽ മതി, അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തുറന്ന പോരാണ് SFI നടത്തിയത്. ആ SFI പ്രതിഷേധ സമരം നടത്തി പോലീസ് അറസ്റ്റ് ഉണ്ടായി ജയിലിലടച്ച സന്ദർഭത്തിൽ ആരെങ്കിലും നിന്ന് ഇതുപോലെ ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടോ? പോലീസിന്റെ തല്ലേറ്റതിന് ശേഷം ഏതെങ്കിലും മന്ത്രിമാരെ വിളിക്കുന്നത് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. ഇതൊക്കെയാണ് പറയുന്നത് മാറ്റം. ആ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കണ്ട് ചിരിക്കുക. ഇതൊക്കെയാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം. പുറത്ത് മണ്ണ് പറ്റാതെ, കതറുടയാതെ, ഒരു തുള്ളി വെള്ളം പുറത്ത് വീഴാതെ പ്രതിഷേധ സമരങ്ങൾ നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന യൂത്തന്മാർ. ഒരംശം പോലും ഞങ്ങളുടെ പുട്ടി പോകാൻ പാടില്ല. ഞങ്ങളെ ഇങ്ങോട്ട് ഒരക്ഷരം എടി വാടി പോടി പോടാന്നൊന്നും ഒരക്ഷരം ഒടിയാറത്, സാറേ എന്ന് വിളിച്ചു കൊള്ളണം. അതാണ് ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് CIക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച കൽപ്പന. എന്ത് ചെയ്യും? 5 വർഷം നമ്മൾ എന്തൊക്കെ കാണണമെന്നൊന്ന് ആലോചിച്ച് നോക്കി.